മാനേജറാണ്, ഒന്നാമത്തെ ഫ്ലോർ മാനേജറാണ്, ഒന്നാമത്തെ പ്രൊഡക്റ്റ് എക്സ്പെർട്ടാണ്, ഒന്നാമത്തെ ബ്രാൻഡ് സ്ട്രാറ്റജിസ്റ്റ് ആണ്. അവർക്ക് നമ്മൾ ഒന്നാമതാണ് എങ്കിൽ ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നിങ്ങൾ മോർണിംഗിൽ 9 o'clock മുതൽ 5 മണി വരെ നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, 6 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മോർണിംഗിൽ വന്ന് വൈകുന്നേരം പോകുന്നത് വരെയുള്ള ദ ബോഡിലി ഡെക്കോറം, ബോഡി ലാംഗ്വേജ്, ഡ്രസ്സിങ്, ഗ്രൂമിങ്, ആ എടുപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്കവാറും ഫ്ലോറിൽ പോകുമ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചാൽ കംപ്ലീറ്റ്ലി കയ്യിൽ നിന്ന് പോയി രാവിലെ അടിപൊളിയായിരിക്കും. ഉച്ചയാവുന്ന സമയത്ത് നമ്മുടെ എനർജി ഡ്രോപ്പ് ആയി പോകും. നെവർ ഡ്രോപ്പ് യുവർ എനർജി. അപ്പം നമ്മൾ ഇന്ന് പഠിക്കും എത്രത്തോളം നമുക്ക് എനർജി കൂട്ടിയെടുക്കാം, എത്രത്തോളം നമുക്ക് ഫ്ലോറിൽ ഡെവലപ്പ് പേഴ്സണലി നമുക്ക് എത്രത്തോളം പവർ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതും കൂടി നമ്മൾ ഇന്ന് പഠിക്കും. സോ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. എന്തൂസിയാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവേശമാണ് സെയിൽസ്. ചെയ്യുന്ന പണി വളരെ വൃത്തിയോട് കൂടിയിട്ടും വളരെ കൃത്യതയോട് കൂടിയിട്ടും നമ്മൾ എവിടെയാണോ വർക്ക് ചെയ്യണത് അവിടെ നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റണം, അവിടെ നമ്മുടെ തമ്പ് വെക്കാൻ വേണ്ടി പറ്റണം. അവിടെ 10,000, 20,000, 15,000, 30,000 സാലറി അല്ല. സാലറി ഈസ് ഇമ്പോർട്ടൻറ്റ്, but you make an impression in the company. I'm the right person, I can do the sale, I can close the deal, I can make revenue, I can close more incentives, I'm the superstar in the company. എനിക്ക് മാസം കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം, എനിക്ക് നിങ്ങളുടെ ഓണറിന്റെ കയ്യിൽ നിന്നും സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ he will be expect. ഇന്ന് കാണുന്ന ഓരോ ആൾക്കാരും ലാഡറിലൂടെ കയറി വന്നിരിക്കുന്ന ആൾക്കാരാണ്. കരിയർ ലാഡർ. ചിലപ്പോൾ ജോയിൻ ചെയ്ത സെയിൽസ് എക്സിക്യൂട്ടീവ്, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റിയ ഫ്ലോർ മാനേജർ, അത് കഴിഞ്ഞാൽ ചിലപ്പോൾ BM then regional manager. Even there is a career heights. എങ്ങനെയാണ്? Energy is very important. Never compromise on your energy as you are in sales. Clear? Another one is called energy. Energy is the second one. Then empathy ഉണ്ടായിരിക്കണം. നമ്മൾ എന്ത് എങ്ങനെ എന്നുള്ളതല്ല. വീട്ടിൽ ചിലപ്പോൾ നമ്മൾ വളരെ ദേഷ്യക്കാരായിരിക്കും, നമുക്ക് കിട്ടിയിരിക്കുന്ന വാല്യൂസ് അങ്ങനെയായിരിക്കും. തൊട്ടേനും പിടിച്ചതിനും ദേഷ്യം ഉണ്ടാവും. മറ്റുള്ളവന് എങ്ങനെയെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും, ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്, ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട് അല്ലേ? പക്ഷെ സെയിൽസിൽ ഒരു കാരണവശാലും കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ നമുക്ക് നമ്മുടെ പേഴ്സണൽ ട്രേറ്റ്സ്, പേഴ്സണൽ ഗുണങ്ങൾ, പേഴ്സണൽ ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. ഒരു നോട്ടം, ഒരു ഭാവം, ഒരു പ്രവൃത്തി, ഒരു എന്താ പറയുക രീതി, ഒരു പെരുമാറ്റം കസ്റ്റമേഴ്സിന് അത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. കാരണം പണ്ടത്തെ പോലെയല്ല ഇന്ന് സെയിൽസ്. ഇന്ന് ഓരോ മൂലക്കും മുക്കിലും നമുക്ക് എന്ത് കാണാൻ വേണ്ടി പറ്റും? നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്റെ ഷോറൂംസ് കാണാൻ വേണ്ടി പറ്റും. ഇന്ന് എല്ലാ കമ്പനീസിനും മാർക്കറ്റ് സെയിം ആണ്. ആണോ അല്ലേ? എല്ലാ കമ്പനീസിനും മാർക്കറ്റ് സെയിം ആണ്. മാർക്കറ്റ് ഓരോ ആൾക്കാർക്ക് പകുത്തു കൊടുത്തിട്ടുണ്ടോ വില്ലേജ് ഓഫീസർ? ഇത് മാത്രമേ മൈ ചെയ്യാൻ വേണ്ടി പറ്റൂ, ഇത്ര മാത്രമേ ബാക്കിയുള്ള കമ്പനി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, അങ്ങനെ പറയില്ല. മാർക്കറ്റ് സെയിം ആണ്, അഡ്വർടൈസ്മെന്റ് സെയിം ആണ്. സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ, ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സ്, ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, ഇമെയിൽ മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്, CRM ഇന്റഗ്രേറ്റഡ് മാർക്കറ്റിംഗ്. We are in the plethora of the digital marketing. അപ്പോൾ ഇതെല്ലാം സെയിം ആണ്. ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ത്രെഡും ലിങ്ക്ഡിനും അതുപോലെ തന്നെ ഫേസ്ബുക്കും ഇതെല്ലാം എല്ലാ ആൾക്കാർക്കും സെയിം ആണ്. അതൊന്നും ആർക്കും വിഭജിച്ച് കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പോലെ തന്നെ മറ്റുള്ളവരും സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അവർക്കും സെയിൽസ് ടീമുണ്ട്, അവർക്കും ചിലപ്പോൾ ട്രെയിനിങ് കിട്ടുന്നുണ്ടാവാം. ഇതെല്ലാം കോമൺ ആണ്. പക്ഷെ ഇവിടെ ഒറ്റൊരു കാര്യം മാത്രമേ ഡിഫറൻ്റ് ഉള്ളൂ, നമ്മൾ എങ്ങനെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്നു.